സ്വാമി അമൃത സ്വരൂപനന്ദ. ഈ റേപ്പ് ചെയ്ത സമയത്തൊന്നും ആരോടും പരാതിപ്പെട്ടില്ലേ? പറഞ്ഞില്ല. ഇപ്പോൾ പോലും, അതായത് റേപ്പ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ത്യൻ സമൂഹത്തിൽ, എവിടെയും ലോകത്തെവിടെയും വലിയൊരു ഹീനിയസ് ക്രൈമാണ്. ഒരുപക്ഷെ ഇത്രയും ശക്തമായ ആരോപണങ്ങൾ ഞാൻ വിട്ടുപോകുന്ന മുമ്പ് വേറെ ഒത്തിരി ആൾക്കാർ പോയിട്ടുണ്ട്. അവർ എന്തെങ്കിലും വാ തുറന്ന് എന്തെങ്കിലും ചെറിയ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിമർശിക്കും, വിദ്രോഹിക്കും, ധരിപ്പിക്കും, ത്രെറ്റൻ. അപ്പോൾ ആൾക്കാർ പേടിച്ച് മിണ്ടാതിരുന്നിട്ട് പോവും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മയുടെ വളരെ വേണ്ടപ്പെട്ട ബോയ്സ്, അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ബോയ്സ്, അതായത് സ്വാമിമാര് ഏറ്റവും അടുത്തുള്ള ശിഷ്യന്മാരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കണ്ടു എന്ന് പറയുന്നു. കണ്ടു. എന്നിട്ടും അമ്മയെ ഗുരുവായിട്ട് കണ്ട് മുമ്പോട്ട് പോകണമെന്ന് എന്തുകൊണ്ട് ചിന്തിച്ചു? Why did you decide? Were you afraid to come out? I was afraid to come out. അത് മാത്രമല്ല, ഞാൻ വിചാരിച്ചു still I say, we call brainwashed. You mean to say you were completely brainwashed? അത് കണ്ടപ്പോൾ I still വിചാരിച്ചു എന്തെങ്കിലും ഈ സ്വാമിമാരിന് നന്മയ്ക്ക് വേണ്ടിയായിരിക്കും, to control these men, വേറെ സ്ത്രീയുടെ പുറകെ നടക്കാതിരിക്കാൻ വേണ്ടി അമ്മ ഇങ്ങനെ ഒരു സേവനം ചെയ്യുന്നു. ഞാൻ അങ്ങനെ ചിന്തിച്ചു, അങ്ങനെ റാഷണലൈസ്, ഇതാ ഞാൻ പറഞ്ഞു, അങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാൻ തുടങ്ങി. എന്തെങ്കിലും അമ്മ തീർച്ചയായിട്ടും ഒരു ഉദ്ദേശം ഉണ്ടാവായിരിക്കും. അമ്മ ഇങ്ങനെ മനസ്സിലായി, ഇഫ് അമ്മ സെക്ഷുവൽ ഡിസയേഴ്സ് ഒന്ന് സഹായിച്ചു കൊടുത്തില്ലെങ്കിൽ വേറെ സ്ത്രീകളുടെ പുറകെ പോകും. അപ്പോൾ ആശ്രമ ദൂഷിച്ചു വരും. അപ്പോൾ ഇങ്ങനെ ഒരു കീപ് ഇറ്റ് ഇൻ ദ ഫാമിലി എന്ന് ഞാൻ ബുക്ക് എഴുതി. മനസ്സിലായി, കീപ് ഇറ്റ് ഇൻ ദ ഫാമിലി. ഐ ക്യാൻ സീ നൗ I was a victim, manipulation of my own desire to stay. I was a victim of the situation and of my own psyche, my own mind. അമ്മയുടെ കൂടെ തുടർന്ന് പോകണം എന്നുള്ള ഒരു ആഗ്രഹം കാരണം അത് സഹിച്ചു. Yes. അല്ലേ? Yes. You had to bear with that. Circumstances കൊണ്ടുവന്നു. തീർച്ചയായിട്ടും സർക്കംസ്റ്റാൻസ് ആണ് എനിക്ക് തോന്നുന്നത്. Did anybody calculate that? ഒരിക്കലും നോ, എനിക്ക് തോന്നുന്നില്ല. ജസ്റ്റ് ജനങ്ങൾ കൂടുതൽ വരാൻ തുടങ്ങിയപ്പോൾ ജനങ്ങളുടെ കൂടെ പണം വരാൻ തുടങ്ങും. പിന്നെ ജസ്റ്റ് ഇറ്റ് ഗ്രൂ ആൻഡ് ഗ്രൂ ആൻഡ് ഗ്രൂ. നമസ്കാരം. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾദൈവങ്ങളുണ്ട്. മനുഷ്യരെ പറ്റിച്ച് തിന്നുമുടിച്ച് ജീവിക്കുന്ന തരത്തിലുള്ള ഒരുപാട് ആളുകളുണ്ട്. കഴിഞ്ഞ കുറേ കാലം മുമ്പ്, ഒരു 10 വർഷത്തിന് മുമ്പാന്ന് തോന്നുന്നു, തൃശ്ശൂരോ മറ്റോ ഈ ആൾദൈവങ്ങൾക്കെതിരെ റെയ്ഡ് നടത്തി. അപ്പോൾ ഈ പല ആൾദൈവങ്ങളും മുങ്ങി രക്ഷപ്പെടുകയുണ്ടായി. അപ്പോൾ ഒന്ന് ചിന്തിക്കേണ്ടതാണ് മനുഷ്യർ. എന്നിട്ടും മനുഷ്യർക്ക് ബുദ്ധി ഉദിച്ചില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം അവർക്ക് വളരെയധികം അവർ ദൈവമാണെങ്കിൽ, അവർക്കത് വലിയ ശക്തി ഉണ്ടെങ്കിൽ അവരെന്തിന് ഇങ്ങനെ ഒരു റെയ്ഡിനെ പേടിച്ച് അവർ ഭയന്നു ഓടി രക്ഷപ്പെട്ടു, മാളത്തിലേക്ക് ഓടി ഒളിച്ചു? അപ്പോൾ തന്നെ മനസ്സിലാക്കുന്നതാണ് ഇതിൽ പല കള്ളത്തരങ്ങളും കള്ളന്മാരും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ലെന്ന്. ചില മനുഷ്യരുടെ അന്ധവിശ്വാസമാണ് ഇന്നയാൾക്ക് വളരെയധികം ഭയങ്കര ശക്തിയുണ്ട്, അവരൊരു ദൈവമാണ് എന്നൊക്കെ കണക്ക് കൂട്ടി ആ വീട്ടിലുള്ള പണം, നമ്മൾ ഇത്രയും നാൾ സമ്പാദിച്ചിരിക്കുന്ന പണങ്ങളും ഒക്കെ കൊണ്ടുപോയി അവിടെ ചെലവഴിച്ച് നശിച്ച് നാറാണക്കല്ലായിട്ട് തിരിച്ചു വരുന്ന ആളുകളുണ്ട്. അപ്പോൾ ദൈവമാണ് ഇവരെന്നുള്ള ഒരു രീതിയിലുള്ള ഒരു വിശ്വാസമാണ്, ഭയങ്കരമായിട്ടുള്ള വിശ്വാസമാണ്. എന്നാൽ ഇങ്ങനെയുള്ള ആൾദൈവങ്ങളാട്ടെ അവരുടെ ബിസിനസ്സുകൾ വളരെയധികം ശക്തിയായിട്ട് പല സ്ഥലങ്ങളിലും വിദേശ രാജ്യങ്ങളിലും വരെ അവർ പോവുകയും ചെലവഴിക്കുകയും അതുപോലെ തന്നെ വമ്പൻ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തുകയും ചെയ്യും. ഇത്രയധികം ശക്തിയുള്ള ഇവർക്ക് എന്തിനാണ് ഈ ബിസിനസ് നടത്തുന്നത്? മനുഷ്യർക്ക് സ്വാമി വിവേകാനന്ദൻ പറയുന്ന പോലെ കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് പറയുന്ന പോലെ തന്നെ സത്യമാണ്. ഈ ജനങ്ങളെല്ലാം ഭ്രാന്തന്മാരാണ്. കാരണം കുറേ ആളുകൾ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി
പിന്നെ പൈസകളൊക്കെ ചെലവഴിക്കാനും അതോടൊപ്പം തന്നെ ഇവരെ ഭയങ്കരമായിട്ട് അമിതമായിട്ട് വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കടപ്പുറം സുധാമണി എന്ന പേരിൽ അറിയപ്പെടുന്ന മാതാ അമൃതാനന്ദമയി ഒരു കാലത്ത് ഒന്നുമില്ലാതെ ഒരു ചെറ്റക്കുടിലിൽ കടപ്പുറത്ത് ജനിച്ചു വളർന്ന ആ സുധാമണിയുടെ വളർച്ച പെട്ടെന്നായിരുന്നു. മാതാ അമൃതാനന്ദമയിലേക്ക് വിദേശ രാജ്യങ്ങളിൽ പോകുന്നു. വള്ളികാവിലുള്ള ആശ്രമം വളരെയധികം ഭയങ്കര പ്രശസ്തമായിട്ടുള്ള ഒരു ഇതിലേക്കാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആൾ ദൈവങ്ങൾ, ആ ആൾ ദൈവം എന്ന് പറയുന്ന കാര്യം നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. ഒരിക്കലും ഒരു മനുഷ്യന് ദൈവമാകാൻ പറ്റുകയില്ല എന്നുള്ളത്. കുറേ ആളുകൾ ഇങ്ങനെ ഒരാൾ എന്തൊക്കെയോ വലിയ ശക്തിയുണ്ട് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അവരെ അമിതമായിട്ട് വിശ്വസിച്ച് ഒരു ദൈവമാക്കി കണക്കാക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് പേര് അമൃതാനന്ദമയി അമ്മേനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്, ആരാധിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ വളരെ എതിർപ്പുകൾ ഉണ്ടാകും, നെഗറ്റീവ് കമൻറ്റുകൾ ഉണ്ടാകും. ഈ ഒരു വീഡിയോ ചെയ്യുന്ന റിസ്ക് ആണെന്നൊക്കെ അറിയാം. എന്നാലും നമുക്ക് അതിനെക്കുറിച്ചൊരു വിശ്വാസമില്ല. ഇങ്ങനൊരു ആൾ ദൈവത്തെക്കുറിച്ചൊരു വിശ്വാസം എനിക്കില്ലാത്തതിൻ്റെ പേരിലാണ് ഇങ്ങനെ 1-2 വീഡിയോ കണ്ടപ്പോൾ അതിനെക്കുറിച്ചും ഞാനും റിയാക്ഷൻ ചെയ്യണം എന്ന് കരുതിയത്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുണ്ടായ ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ വർഷങ്ങളായിട്ട് 10-25 വർഷത്തിന് മുകളിൽ താമസിച്ചു കൊണ്ടിരുന്ന നാരായണൻ KP എന്ന് പറയുന്ന ഒരു വ്യക്തി വന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് ഒരു 10 വർഷം മുമ്പ് 10-12 വർഷം മുമ്പ് ജോൺ ബ്രിട്ടാസിനോട് അവിടെ താമസിച്ചിരുന്ന ഒരു വിദേശ വനിത കുറേ സത്യങ്ങൾ അവരും വെളിപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ എത്രത്തോളം സത്യമാണെന്ന് അറിയത്തില്ല, എന്നാലും അവർ വെളിപ്പെടുത്തുന്ന കുറേ അധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ നാരായണൻ KP എന്ന് പറയുന്ന മനുഷ്യന് ഒരുപാട് അവിടെ വിഷമങ്ങളുണ്ടായി. അതുപോലെ തന്നെ ഈ വിദേശ വനിതയ്ക്കും അവിടെ വളരെയധികം മാനസികമായിട്ടും ശാരീരികമായിട്ടുമൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ അവിടെ അനുഭവിക്കേണ്ടി വന്നു. ഇദ്ദേഹത്തിൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് വരെയും ഈ അമൃതാനന്ദമയി ആശ്രമത്തിൽ നിന്ന് അവർ അടിച്ചു മാറ്റി എന്ന് ആണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരുപാട് സന്യാസികളുടെ ഇതുപോലുള്ള അവർ പണം നിക്ഷേപിച്ചിരിക്കുന്ന തുകയൊന്നും ഇല്ലാതെ വരികയും അദ്ദേഹം ഈ കുടുംബ മനുഷ്യാവകാശ കമ്മീഷനിൽ കൊണ്ടുപോയി കേസ് കൊടുക്കുകയൊക്കെ ചെയ്തു. പക്ഷേ യാതൊരു രക്ഷയുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഈ വിദേശ വനിത പറയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ എന്താ പറയുന്നത്, ഈ അമൃതാനന്ദമയിയും ആളുകളുമായിട്ട് അവിടെയുള്ള സന്യാസികളുമായിട്ട് വഴിവിട്ട ബന്ധം കാണാനിടയായി എന്ന്. എന്താണ് നിങ്ങൾ അതേക്കുറിച്ച് പ്രതികരിക്കാതിരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പറയുന്നുണ്ട് അവിടുന്ന് അങ്ങനെ ഈ അമ്മയ്ക്ക് അങ്ങനെയുള്ള ബന്ധങ്ങളുണ്ട്, അത് എന്തെങ്കിലും പരാതിയോ കാര്യങ്ങളോ ചെന്ന് കഴിഞ്ഞാൽ ഈ സന്യാസിമാർ വേറെ സ്ത്രീകളെ തേടി വേറെ പുറത്തേക്ക് പോകും. അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നതെന്ന്. അത് ഈ സ്ത്രീ പറയുന്ന കാര്യങ്ങളിൽ സത്യമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു ഉറപ്പുമില്ല. പക്ഷേ അത് അവർ ഈ ജോൺ ബ്രിട്ടാസിനോട് കൊടുത്തിരിക്കുന്ന ഇൻ്റർവ്യൂവിൽ പറയുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ഈ നാരായണൻ KP എന്ന് പറയുന്ന മനുഷ്യന് ഉണ്ടായിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി. ഇനിയിപ്പം അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ കാരണം അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ഒരുപാട് ആവലാതികളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിനെ അവിടുന്ന് പറഞ്ഞു വിട്ടു, പൊയ്ക്കോളാൻ അമ്മ പറഞ്ഞപ്പോൾ അദ്ദേഹം കുറേ കാര്യങ്ങൾ ചോദിച്ചപ്പോഴത്തേക്കിന് അമ്മയ്ക്ക് ഇഷ്ടപ്പെടാതെ വന്നപ്പോഴത്തേക്കിന് നീ അവിടുന്ന് പൊയ്ക്കോളാൻ പറഞ്ഞപ്പോൾ അമ്മ പറയേണ്ട കാര്യമില്ല, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ ഇവിടുന്ന് പുറത്ത് പോയേക്കാം എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടുന്ന് പുറത്ത് പോയ പല ആളുകളും എന്തെങ്കിലും ഇനി ഇവിടെയുള്ള കാര്യങ്ങൾ രഹസ്യങ്ങളൊക്കെ പുറത്ത് പറയുമോ എന്ന് പേടിച്ചിട്ട് ഇവരെ ഇങ്ങനെ പുറത്ത് പോയ ആളുകളെ ഇവരാണെങ്കിൽ പല കേസുകളിലും കുടുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. അവിടുത്തെ പ്രിൻസിപ്പളായിട്ടുള്ള ആളുടെ ഒരുപാട് വർഷം അവിടെ ആ സ്കൂളിലെ പ്രിൻസിപ്പളായിട്ട് ജോലി ചെയ്തിരുന്ന ആൾ അവിടുന്ന് ജോലി രാജിവെച്ച് ഇറങ്ങിപ്പോയപ്പോഴത്തേക്കിന് അദ്ദേഹത്തിനെ
ഒരു കേസിൽ കുരുക്കി, അതുപോലെ തന്നെ വേറെ ഒരാളെയും ഇതുപോലെ കേസിൽ പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ അവിടുത്തെ രഹസ്യങ്ങൾ പുറത്തേക്ക് പോകരുത് എന്നുള്ള ഒരു ഇതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ നാരായണൻ KP എന്ന് പറഞ്ഞ മനുഷ്യന് അവിടെ പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ആ വിശദീകരണം എന്തൊക്കെയാണെന്ന് നമുക്ക് കേട്ടു നോക്കാം. അതിനു മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഞാൻ 28 വർഷം മാതാ അമൃതാനന്ദമയി മഠത്തിലെ അന്തേവാസിയായിരുന്നു. 2025 ഏപ്രിൽ 1 എൻ്റേതല്ലാത്ത കാരണത്താൽ എനിക്ക് ആശ്രമം വിട്ട് പുറത്തു വരേണ്ടി വന്നു. 2024 മെയ് 30 രാത്രി 12:15 മുതൽ 12:37 വരെ ഞാനും അമ്മയും തമ്മിൽ ഫോണിലൂടെ ചില വാദപ്രതിവാദങ്ങൾ നടത്തിയിരുന്നു. അതിൽ ഒരു കാര്യം ഞാനിവിടെ വിശദീകരിക്കാം. അതായത് ആശ്രമത്തിലെ ബ്രഹ്മചാരിണികളുടെ മാതാപിതാക്കൾ മരിച്ചിട്ട് അവരുടെ അന്ത്യകർമ്മത്തിന് പോകുമ്പോൾ ഒരു 10,000 രൂപയെങ്കിലും കൊടുക്കണം എന്നായിരുന്നു ഞാൻ അമ്മയോട് പറഞ്ഞത്. അത് കാരണമാണ് അമ്മ രാത്രി എന്നെ ഫോൺ വിളിച്ചത്. അപ്പോൾ അമ്മ ഫോൺ വിളിച്ച് പറഞ്ഞ കാര്യം ഇതാണ്: അങ്ങനെ ബ്രഹ്മചാരികൾക്ക് ആശ്രമത്തിൽ നിന്നും പൈസ കൊടുക്കാൻ നിയമമില്ല, ഞാൻ ആരെയും നോട്ടീസ് അടിച്ച് വിളിച്ചിട്ടില്ല, ഇവിടുന്ന് പോവേണ്ടവർക്ക് പോവാം എന്നാണ് അമ്മ എന്നോട് പറഞ്ഞത്. അതിനെക്കുറിച്ച് കുറേ വാദപ്രതിവാദങ്ങൾ നടത്തിയിരുന്നു. പിന്നെ ഒരു വർഷക്കാലത്തോളം, ഏകദേശം 9-10 മാസത്തോളം എന്നെ പല രീതിയിലും പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ആശ്രമത്തിലെ അന്തേവാസികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ 2025 മാർച്ച് 29 അമ്മ എന്നെ നേരിട്ട് വിളിച്ചു പറഞ്ഞു, നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വിടേണ്ട ആവശ്യമില്ല, ഞാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ 2025 ഏപ്രിൽ 1 ആശ്രമം വിട്ട് പുറത്തു വന്നത്. ഞാൻ ആശ്രമം വിട്ട് പുറത്തു വന്നതിൻ്റെ അടുത്ത ദിവസം എൻ്റെ പേരിലുണ്ടായിരുന്ന കാലാവധി തികയാത ഫിക്സഡ് ഡിപ്പോസിറ്റ് ബാങ്കുമായി ഒത്ത് ആശ്രമം എടുത്തു. എൻ്റെ പേരിൽ മാത്രമല്ല, അങ്ങനെ ആശ്രമത്തിലെ 600 അന്തേവാസികളുടെ പേരിൽ 300 കോടി രൂപ 1-2 ബാങ്കിലായിട്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്ത് 9,000-ഓളം ഫിക്സഡ് ഡിപ്പോസിറ്റ് റെസീറ്റും 6,000-ഓളം ബാങ്ക് ചെക്കും ഒപ്പിട്ട് ആശ്രമത്തിന്റെ അലമാരയിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ അന്തേവാസികളുടെ പാൻ കാർഡും ആധാർ കാർഡും എല്ലാം വാങ്ങി വെച്ചിരിക്കുകയാണ്. ധർമ്മത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോ, ഒരു സാധാരണക്കാരന് വേണമെങ്കിൽ ഒരു തെറ്റ് ചെയ്യാം, അവർ അഴിമതി നടത്തിയെന്ന് വരും, ചിലപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയെന്ന് വരാം, ഒരു ഉദ്യോഗസ്ഥന് നടത്തിയെന്ന് വരാം. പക്ഷേ ധർമ്മത്തെക്കുറിച്ച് പറയുന്നവർ, ധർമ്മം സ്ഥാപിക്കാനാണ് ഞാൻ വന്നതെന്ന് പറയുന്നവർ ഗവൺമെന്റിനെ വഞ്ചിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇത് പൊതുജനം ചർച്ചയാകേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ 1 കോടിയുടെയോ മറ്റോ സേവനം ചെയ്യുമ്പോൾ 100 കോടിയാണ് ഗവൺമെന്റിനെ വഞ്ചിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന എഴുതിയത് ഡോക്ടർ അംബേദ്കറാണ്. അയാൾ സാധാരണ ഒരു വ്യക്തിയാണ്. പക്ഷേ എത്രമാത്രം എല്ലാ പൗരനും തുല്യ നീതി ഉറപ്പാക്കുന്ന ഒരു ഭരണഘടനയാണ് എഴുതിയത്. എന്നാൽ ആ ഭരണഘടനയെ വഞ്ചിക്കാൻ ഒരു മഹാത്മാവ് തയ്യാറായാൽ ആരാണ് ഈ ലോകത്തിന് ഒരു മാതൃക? ആരോടാണ് ജനങ്ങൾ പറയുക? പണം ആധിപത്യം ഒരു ഉത്തരവാദിത്വം വഹിച്ചിട്ടില്ല. പ്രസ്സിലാണ് ഞാൻ 24 വർഷം സേവനം ചെയ്തത്. പക്ഷേ പണം കൈകാര്യം ചെയ്യുന്ന കാര്യമോ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഞങ്ങളെ 600 ബ്രഹ്മചാരിണികളുടെ പേരിലും ആശ്രമം ഡിപ്പോസിറ്റ് ചെയ്തത് ഞങ്ങൾ ഓരോ സ്ഥലത്തും ജോലിക്കാരായി നിശ്ചയിച്ചിട്ടാണ്. ഞാൻ പ്രസ്സിലാണ് സേവനം ചെയ്തതെങ്കിലും 2019 എന്നെ ആശ്രമത്തിലെ വേണ്ടപ്പെട്ടവർ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എറണാകുളത്തുള്ള ഫാർമസിയിലെ സൂപ്പർവൈസറാണ്, നിങ്ങൾക്ക് ശമ്പളം 60,000 നിങ്ങളുടെ കീഴിൽ 6 പേരുണ്ട്, അവരുടെ പേരും ഒരു കടലാസിൽ എഴുതി തന്നിരുന്നു, എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ എന്തെങ്കിലും അന്വേഷണം വന്നാൽ ഇങ്ങനെ പറയണമെന്ന് എന്നോട് ആശ്രമത്തിൻ്റെ പറഞ്ഞിരുന്നു. ഇത് എന്നോട് മാത്രമല്ല, ഞങ്ങൾ 4 പേരെ വിളിച്ചിട്ടാണ് ആശ്രമത്തിലെ അധികൃതർ ഓരോരാളെയും പറഞ്ഞത്. ഓരോരാളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇന്ന സ്ഥാപനത്തിലാണ്, ഇന്ന് ഇത്ര ശമ്പളമാണ് എന്ന് പറയണമെന്ന് എല്ലാവരോടും പറഞ്ഞിട്ട്. ഇത് 2019 പറയുന്നത്. അങ്ങനെയാണ് ഞങ്ങളുടെ പേരിലൊക്കെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്. യാഥാർത്ഥ്യം അറിയാതെ ആരെങ്കിലും തരുന്ന പോസ്റ്റുകൾ ഇടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാരണം സത്യമാണ് ജയിക്കാൻ പോകുന്നത്, അതാകുമ്പോൾ ഒരിക്കലും ജയിക്കില്ല. സത്യം തന്നെ പറയാം. ധൈര്യമുള്ളവർ, അവിടുത്തെ അധികാരപ്പെട്ടവർ വന്ന് പറയട്ടെ, അപ്പോൾ ഞാൻ മറുപടി വ്യക്തമായിട്ട് കൊടുക്കാം. അങ്ങനെ ഓരോരാളെയും ഓരോ തലത്ത് ജോലിക്ക് കാണിച്ച് അവർക്ക് ശമ്പളം കൊടുക്കുന്നതായി ഞങ്ങളിരുന്ന് ബ്ലാങ്ക് ചെക്ക് ഒപ്പ് വാങ്ങിച്ച് ആശ്രമം തന്നെ ആ പണം എടുക്കാറാണ്. അങ്ങനെയാണ് ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്തത്. ഇത് ഗവൺമെന്റിനെ വഞ്ചിക്കാൻ, ടാക്സ് വഞ്ചിക്കാൻ വേണ്ടി ചെയ്ത കാര്യമാണ്. അതിന് മറച്ചു പിടിക്കാൻ വേണ്ടി അമ്മയ്ക്ക് ഹാർമോണിയം വായിച്ച ഒരു ബ്രഹ്മചാരി കഴിഞ്ഞ വർഷം ആശ്രമം വിട്ടുപോയി. അയാൾ ആശ്രമം വിട്ടു പോയപ്പോൾ പണം അപഹരിച്ചാണ് പോയതെന്ന് പറഞ്ഞ് അയാളുടെ പേരിൽ കള്ളക്കേസിട്ട് FIR ഇട്ടു. അതുപോലെ തന്നെ 30 വർഷം ആശ്രമത്തിൽ നിന്നിട്ടുള്ള ഒരു സന്യാസിനി, അവർ കഴിഞ്ഞ വർഷം ആശ്രമം വിട്ടുപോയി. അവർ 10 വർഷം സ്കൂളിൻ്റെ പ്രിൻസിപ്പാളായിരുന്നു. അവർ പണം അപഹരിച്ചു എന്ന് പറഞ്ഞ് 90 ദിവസം അവരെ ജയിലിൽ കിടത്തി. ഇങ്ങനെ അധികാരവും പദവിയും ഉപയോഗിച്ച് തൻ്റെ ശിഷ്യന്മാരെ ജയിലിൽ കിടത്തിയിട്ടുള്ള
ഒരു മഹാത്മാവിനും നമ്മുടെ ഭാരത ചരിത്രത്തിൽ കാണാൻ കഴിയുകയില്ല. ഇവരുടെയൊക്കെ അമിതമായ അന്ധവിശ്വാസമാണ് ഇങ്ങനെയുള്ള ആൾദൈവങ്ങളെ വളർത്തുന്നത്. ഇപ്പം ഒരു ദൈവമാണെങ്കിൽ, ഇവരൊരു ദൈവമാണെങ്കിൽ ഇവർക്ക് എന്തിനു ഇങ്ങനെയുള്ള പല സ്ഥാപനങ്ങളും പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങൾ ഒരുപാട് അമൃത യുടെ ഹോസ്പിറ്റലുകളുണ്ട്, കോളേജുകളുണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? ഈ ദൈവത്തിന് എന്തിനാണ്? അതും അവിടെയൊക്കെ വൻ തുകകൾ നമ്മളോട് മേടിച്ചിട്ടാണ് അവിടെയൊക്കെ ഒരു ചികിത്സയ്ക്ക് വന്നാലും അവിടെയൊക്കെ ഒരുപാട് രൂപയാണ് ആകുന്നത്. അതുപോലെ തന്നെ അവിടെ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കണമെങ്കിലും ഒക്കെ നല്ല തുകയാണ്. ഇപ്പോൾ ദൈവത്തിന് എന്തിനാണ് ഇത്രയധികം പണം എന്നുള്ള ഒരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. മനുഷ്യർ ഇതൊന്നും ഇങ്ങനെ ചിന്തിക്കാതെയാണ്. അതുതന്നെയല്ല, എന്തോരം പാവങ്ങളുണ്ട്. ഇപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ അടുത്ത് തന്നെ ഭിക്ഷയ്ക്കായിട്ടും ഒരു നേരം ആഹാരം കഴിക്കാനില്ലാതെയും വീടില്ലാത്തതൊക്കെ ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ പിന്നെ ഈ ശൂന്യാകാശത്തു നിന്നൊക്കെ കുറേയധികം പണം എടുത്ത് അത് ഇവർക്കൊക്കെ കൊടുക്കുമായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ കൂടെ ഇങ്ങനെ നടക്കുന്ന പാവങ്ങൾ, അലഞ്ഞു തിരിഞ്ഞ ആളുകൾ ഇല്ലാതാകുമല്ലോ, ഇങ്ങനെയൊക്കെയുള്ള ദൈവങ്ങളുണ്ടെങ്കിൽ. പക്ഷെ അതെന്തുകൊണ്ടാണ് അവർ ചെയ്യുന്നില്ല? കുറച്ചൊക്കെ പേരിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ഇങ്ങനെയുള്ള ആൾദൈവങ്ങളെ അമിതമായിട്ട് വിശ്വസിച്ച് അതിൻ്റെ ചതിയിലേക്കാണ് ജനങ്ങൾ പോകുന്നത്. വൻ രാഷ്ട്രീയ ആളുകളും അതുപോലെ തന്നെ സിനിമാ നടന്മാരും ഒക്കെ വന്ന് കാൽപാദത്തിലേക്ക് കെട്ടിമറിഞ്ഞ് നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. ഇവർ ഒരു ഭക്ഷിച്ചിരിക്കുന്ന ആ ആഹാരം, ആ തുപ്പൽ കൂട്ടിയൊന്ന് പുറത്തേക്ക് വിട്ടാൽ പോലും അതുവരെയും ഭക്ഷിക്കാൻ വലിയൊരു അമൃത് പോലെ ഭക്ഷിക്കാൻ വരെ ഇരിക്കുന്ന ആളുകൾ വരെ ഉണ്ടെന്നുള്ള കാര്യത്തിൽ അതൊക്കെയാണ് ഒരു സത്യമായ കാര്യമാണ്. കാരണം അത്രയധികം വിശ്വാസമാണ് ചില ആളുകൾക്ക്. ഇങ്ങനെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എതിർപ്പുകളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടാകും എന്നറിയാം. പക്ഷെ നമ്മളൊരിക്കലും ഈ ആൾദൈവം എന്നൊരു കാര്യത്തെ ഒട്ടും അതിനോടൊരു വിശ്വാസമില്ലാത്ത ഒരു വശം ആയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ചിലർക്ക് വിശ്വാസങ്ങൾ ഉണ്ടാകാമായിരിക്കും. ഇത് ഒരുപാട് വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടാകും. ഈ അമ്മേനെ അല്ലെങ്കിൽ ഇതുപോലുള്ള ആളുകളെ ഒക്കെ ദൈവമായിട്ട് ചിന്തിക്കുന്ന ആളുകളുണ്ട് എന്ന് അറിയാം. അങ്ങനെയുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന് ഈ ഒരു വീഡിയോയെക്കുറിച്ച് എതിർപ്പുകളും നെഗറ്റീവ് കാര്യങ്ങളും ഒക്കെ വരും എന്നറിയാമായിട്ടും നമ്മുടെ ഭാഗം നമുക്ക് ഈ ഒരു വിഷയത്തിനോട് താല്പര്യമില്ല. ആൾദൈവം എന്നൊരു കാര്യം ഒരിക്കലും ഒരു മനുഷ്യനും ഒരു ദൈവമാകാൻ സാധിക്കില്ല എന്നുള്ള ഒരു വിശ്വാസം കൊണ്ട് തന്നെയാണ് ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.